ഗൈസ്, വെൽക്കം. വണക്കം. സംഭവം ഇതുവരെ മിണ്ടാട്ടമില്ലാത്ത അരുണിമ. അതോടൊപ്പം തന്നെ എൻ്റെ അടുത്ത് എൻ്റെ കമൻറ്റ് ബോക്സിലും അല്ലാതെയൊക്കെ ആയിട്ട് കുറച്ചധികം ആൾക്കാർ വന്ന് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം കണ്ടതിന് ശേഷം അവരുടെ അനുഭവങ്ങൾ, ഈ പുള്ളിക്കാരിയുമായിട്ട് ചേർത്തുള്ള അനുഭവം, അഥവാ എവിടെ നമീബിയ, ആഫ്രിക്ക, എവിടെയൊക്കെ പോയിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ പോയ ആൾക്കാരും സത്യം പറഞ്ഞാൽ അവരും വന്ന് അവർക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി പലരും വന്ന് കമൻറ്റ് ബോക്സ് വേറെയും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നത്. ഞാൻ അവരോട് പറയാനുള്ളത്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. ശരത് പരമേശ്വർ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും. എൻ്റെ മുടി നീട്ടി വളർത്തി ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടാവും, അതാണ് ID. അപ്പോൾ ആ IDക്കകത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും പറയാനുണ്ട്. കാരണം ഇത് ഒരുപാട് പേർക്ക് ഈ ഒരു അനുഭവം പറയണമെങ്കിൽ അത് ഒരു വ്യക്തിയുടെ ഒരു സംഭവം എനിക്കെന്തോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും എനിക്ക് അത്രയും വെറുപ്പും ദേഷ്യമുള്ള ഒരാളെടുത്ത് പോലും മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അതേപോലെ അങ്ങ് കാണിക്കുമായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചുകൂടെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ ശേഷം ഓക്കെ, അത് തൽക്കാലം അത്രയും മതി, നമ്മൾ കൂടുതൽ പറയണ്ട എന്ന് പറഞ്ഞൊരു മിതത്വം ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. അത് ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഈ കുട്ടിയുടെ അടുത്തും എനിക്ക് അങ്ങനെ തന്നെയാണ്. കാരണം അതിൻ്റെ പ്രായത്തിൻ്റെ അപക്വത എന്നുള്ളത് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഇമ്മച്യൂരിറ്റിയുടെ ഒരു പീക്ക് ആ ഒരു ഇതും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലൂടെ ഞാനൊരു സെലിബ്രിറ്റിയാണ്, ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, ഞാൻ ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുള്ള ആളാണെന്നൊക്കെ ഒരു ദാർഢ്യം, ഒരു സംസാരത്തിൻ്റെ അകത്തുള്ള ആ ഒരു ധ്വനി, അതൊന്നും അത്ര ആശാസ്യമായ കാര്യമായിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നില്ല. അത് ആ കുട്ടി പറയട്ടെ, അല്ലെങ്കിൽ അതിന് പറയാനുള്ള പറയട്ടെ. ഇനി കുറച്ച് പേരുടെ ഒരു കമൻറ്റ് ഡൗട്ട്സ് ആണ്. ഞാൻ ആ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാൻ ആദ്യം കാണിച്ചു തരാം. ഡൗട്ട് ഇതാണ്. ഈ പോസ്റ്റ് കണ്ടിട്ട് ജോർജ് ഏട്ടൻ എഴുതിയതല്ല എന്നാണ് തോന്നുന്നത്. ഇത് കണ്ടിട്ട് ജോർജിൻ്റെ കൊച്ചുമോളുടെ പോസ്റ്റ് പോലെയാണ് ഇതിൽ തോന്നുന്നത്. അതേ രീതിയിലാണ് ഇത് എഴുതിയിട്ടിരിക്കുന്നത്. തെറ്റുകൾ രണ്ടുപേരുടെ ഭാഗത്താണ്. ഇപ്പോൾ നമ്മൾ ഒരാളുടെ വീട്ടിൽ പോകുമ്പോൾ ഓക്കെ, അത് ആ ഒരു കമൻറ്റ് നിങ്ങൾ കണ്ടല്ലോ. ഇത് അടുത്തൊരു കമൻറ്റ്. ഫസ്റ്റ്ലി ഈ യൂട്യൂബിൽ റിപ്ലൈ കൊടുത്തേക്കുന്നത് ജോർജ് ഏട്ടൻ തന്നെയാണോ? ആ വീട്ടിൽ അത്രയും ബഹളം നടന്നിട്ടും ജോർജ് ഏട്ടൻ അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോ ഇങ്ങനെയാണ്, അതായത് എൻ്റെ കമൻറ്റ് ബോക്സിലിട്ട കമൻറ്റൊക്കെ മിസ്റ്റർ ജോർജ് തന്നെയാണോ എന്നുള്ളൊരു സംശയമാണ് പങ്കുവച്ചിരിക്കുന്നത്. സോ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, നമുക്ക് അതിനകത്തൊരു ഇതുണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ID ആണ്. അതായത് ജോർജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ID ആണ്. അദ്ദേഹത്തിൻ്റെ IDക്കകത്ത് അദ്ദേഹം തന്നെ ഷെയർ ചെയ്തിരിക്കുന്ന ഈ അരുണിമയായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അന്ന് അരുണിമയോട് സംസാരിക്കുന്ന വീഡിയോ എല്ലാം നമ്മളത് കണ്ടതാണ്. ഓക്കെ, അത് വീണ്ടും നമ്മൾ പ്ലേ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ കണ്ടതാണ്. വെറുതെ ഒരു തരുന്നില്ല. ഇവിടെ ഞാൻ ഇട്ട വീഡിയോസ് അദ്ദേഹം അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സത്യം മറന്നേക്ക് പുറത്ത് വന്നു എൻ്റെ കൊച്ചുമോളും അരുണിമയിൽ സംസാരിക്കുന്ന വോയിസും ഒക്കെ ദൃശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ അരുണിമ എൻ്റെ കൊച്ചുമോൾ സംസാരിക്കുന്ന ദൃശ്യം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ വളരെ പുള്ളിക്ക് നല്ല രീതിയിൽ ഹേർട്ടായി എന്നുള്ള കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാം. സത്യം മനസ്സിലാക്കാതെ പലരും പ്രവചിച്ചു അതാണ് വിഷമമെന്നും അദ്ദേഹം അതിനകത്ത് പറയുന്നു. റീച്ച് കിട്ടാൻ വേണ്ടി ഹാഫ് നേക്കഡായി പോലും ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നു. സോ അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനകത്ത് ഞാൻ കൈകടത്തുന്നു, അല്ലെങ്കിൽ അതിൽ ഞാൻ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ബട്ട് കാരണം ഒരാൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടെന്നുള്ള അവർ തീരുമാനിക്കണം. പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് സീരിയസ്ലി സ്റ്റിൽ അതിനോട് ഈ പുള്ളിക്കാരത്തി ചെയ്യുന്നതിനോട് യോജിക്കത്തില്ല. സത്യം മനസ്സിലാക്കാതെ ഇതാണ് ജോർജ് ഏട്ടൻ്റെ പോസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അപ്പം ആ ഒരു കൺഫ്യൂഷൻ ആർക്കും വേണ്ട, അത് മിസ്റ്റർ ജോർജ് തന്നെയാണ്. ജോർജ് ലോനപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ കാണാം. ഇപ്പം ഈ ഒരു വിഷയം നടന്നിട്ട് ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ജോർജ് എന്നുള്ളൊരു വ്യക്തി അറിഞ്ഞിട്ടില്ലെന്നാണ് അരുണിമ പുറത്തു വന്ന് പറഞ്ഞത്. അദ്ദേഹം അവിടെ താഴെ ബേസ്മെൻറ്റിലൂടെയാണ് താമസിക്കുന്നത്, വീട്ടുകാരൊന്നും മോശമായിട്ടാണ്. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുടെ സംസാരം എന്ന് വെച്ചാൽ ഈ അദ്ദേഹത്തിൻ്റെ മറ്റേ ഗ്രാൻഡ് ഡോട്ടർ സംസാരിക്കുന്നുണ്ടല്ലോ, ഇത്ര അരഗൻ്റായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് ബോക്സിൽ തന്നെ അതിനുള്ള ആൻസർ ഉണ്ട്. അതായത് നമ്മൾ ഇവിടത്തെ പോലെ ഷുഗർ കോട്ടഡ് ആയിട്ടൊന്നും സംസാരിക്കുന്ന ആൾക്കാരല്ല അവർ. ഞാനത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അവരങ്ങനെയാണ്. നിങ്ങൾ ആ നാട്ടിൽ പോകാത്തതുകൊണ്ടും ആ സ്ഥലത്തേക്ക് പോകാത്തതുകൊണ്ടും ഞാനും പോയിട്ടില്ല, പക്ഷേ എങ്കിലും എനിക്ക് ഒരുപാട് പേര് പരിചയമുണ്ട്. അവരുടെ ഒരു കൾച്ചറാണ്, ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് ആണ്. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, അതത്രയും ആ ഒരു കൾച്ചർ ഉള്ളതുകൊണ്ടല്ലോ ആ രാജ്യം ഇന്നും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അവിടെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, ഫാമിലി ബന്ധങ്ങളും മറ്റുള്ള പല കാര്യങ്ങളും. പക്ഷെ നമ്മൾ ഇവിടത്തെ പോലത്തല്ല, കുറച്ചുകൂടെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈലാണ് അവിടുത്തെ. അവരൊരിക്കലും അരുണിമയെ പോവല്ലേ അരുണിമയെ എന്ന് പറയത്തില്ല. അവരവരുടെ ആ ഒരു കാര്യം വളരെ മാന്യമായ അവരുടെ ഒരു ടോണിലേ അവർ സംസാരിക്കത്തുള്ളൂ. അത് അവർ അരഗൻസോ ഭയങ്കര റിച്ച് എന്നുള്ള സെറ്റപ്പ്. അവിടെ റിച്ച് പൂർ എന്നുള്ളതല്ല, ഒരാളെ സാർ എന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ടല്ല, പേര് പറഞ്ഞൊക്കെ ആയിരിക്കും വിളിക്കുക. ഏറ്റവും വലിയ ടോപ്പ് ഡെസിഗ്നേഷനുള്ള ആളും ഏറ്റവും താഴത്തെ വർക്ക് ചെയ്യുന്ന ഒരാളും തമ്മിൽ ആശയ സംഭാഷണം നടത്തുന്ന സമയത്ത് പേരാണ് വിളിക്കുന്നത്. കമ്പനിയുടെ ഏറ്റവും വലിയ ടോപ്പ് ട്രംപിൻ്റെ ഒരു ജോലിക്കാരെ വന്ന് സാറൊന്നും വിളിക്കത്തില്ല, മിസ്റ്റർ ട്രംപ് എന്നേ വിളിക്കുകയുള്ളൂ. സോ അത് ഡിഫറൻസ്. നമ്മുടെ നാട്ടിലോ ഒരു ചെറിയൊരു കമ്പനിയുടെ ചെറിയൊരു മാനേജർ ആണെങ്കിൽ പോലും സാറേ എന്ന് വിളിക്കേണ്ടി വരും. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. അവിടെ ഒരു പോലീസ് വന്ന് നമ്മളെ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് അവിടുത്തെ ഒരു പൗരനെ എന്തെങ്കിലും കാര്യത്തിൽ സാർ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യും. അത് റെസ്പെക്ട്.
അല്ലെങ്കിൽ ആ പേര് അറിയും, പിന്നീട് അവർ അങ്ങനെ സംസാരിക്കും. ഇവിടെ ആണെങ്കിൽ നമ്മുടെ പോലീസുകാരന്മാർ നമ്മളെ പിടിച്ചെത്തി എന്താടാ ഇങ്ങോട്ട് മാറി നില്ലടാ എന്ന് പറയും. എടാ ഓടാ വിളി അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഇതിനകത്ത് സീക്രട്ട് ഏജന്റ് സായി പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്, വളരെ റെലവൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇത് ഈ ഒരു സാഹചര്യത്തിൽ അതുകൂടെ നമ്മൾ സംസാരിച്ച് തന്നെ പോകണം. ഇവിടെ ഒരു കാര്യം കാണുക. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ, ഐ ആം ഗെറ്റിംഗ് ലോട്ട്സ് ഓഫ് മെസ്സേജസ്, ഐ ആം സേഫ് നൗ, ദിസ് ഹാപ്പൻഡ് ഫ്യൂ ഡേയ്സ് എഗോ എന്ന് പറഞ്ഞിട്ട് ചിക്കാഗോയിൽ ഉള്ളായിരുന്ന അരുണിമ ചിരിച്ചുകൊണ്ട് ആ ഒരു വിഷയം നടന്ന് ആ വിഷയം പോസ്റ്റ് ചെയ്ത അടുത്ത ദിവസം ഇട്ട പോസ്റ്റാണ്. ഈ വിഷയം നടക്കുന്നത് ഒരു സാറ്റർഡേ ആണ്. ഈ വിഷയത്തിന് ശേഷം അരുണിമ ഇത് പോസ്റ്റ് ചെയ്യുന്ന ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്, 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. അതിനുശേഷം അരുണിമയ്ക്ക് എന്ത് ഇൻറ്റൻഷൻ്റെ പുറത്താണ് അരുണിമ ചെയ്യുന്നുള്ള കാര്യം സിംപ്ലി പറഞ്ഞാൽ ദാറ്റ്സ് ഫോർ റീച്ച്. അത്രയേ ഉള്ളൂ. അരുണിമ ചെയ്ത പരിപാടി പക്കാ റീച്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത് തന്നെയാണ് ഈ ഒരു സാധനം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അരുണിമ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പോയി, ആ പോസ്റ്റ് ചെയ്തിട്ട് പോയതിന് ശേഷം അരുണിമ ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അത് പോസ്റ്റ് ചെയ്യാതെ കയ്യിൽ വെച്ചിരുന്നു. അതിനുശേഷം ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആൾക്കാർ സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടിയെ നട്ടപ്പാതിരാത്രി ഇറക്കി വിട്ടുള്ള ദുഷ്ടൻ എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ ഇത് ഈ ജോർജ് ഏട്ടൻ്റെ കയ്യിൽ വേറെ കുഴപ്പമുണ്ടായിട്ടാണോ അരുണിമ ഇറങ്ങി നടക്കാനുള്ള സംശയങ്ങൾ ഉണ്ടായത് കമന്റ് ബോക്സിൽ കണ്ടതുമാണ്. അപ്പോൾ ആ മനുഷ്യനെ മൊത്തത്തിൽ ഒരു സംശയത്തിന്റെ മുനയിൽ കൊണ്ട് പുള്ളിക്കാരത്തിൽ നിർത്തിച്ചു. പക്ഷേ ഈ വിഷയം നടന്നതായാലും എത്രയും ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ എന്തുകൊണ്ട് അപ്പം പ്രതികരിച്ചിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അത് തന്നെയാണ് അതിനുശേഷം ഈ പുള്ളിക്കാരത്തിൽ ഞാൻ സേഫാണ് കേട്ടോ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം വന്ന് ആ ദിവസത്തിന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം വന്നിട്ട് ഇങ്ങനൊരു സ്റ്റോറി ഇട്ടിട്ട് പോയി. അതിൻ്റെ അർത്ഥം എന്താ? എന്നാൽ അതിനുശേഷം ഉണ്ടായ പ്രതിധ്വനികളുണ്ടായല്ലോ. ഈ വീടിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിത്ത് വീഡിയോ റെക്കോർഡ്സ് അടക്കം ഫൂട്ടേജ് അടക്കം പുറത്തുവിട്ടല്ലോ. ഇതുവരെ എന്തേ മിണ്ടിയില്ല? അരുണിമ വന്നിട്ടുണ്ട്, അരുണിമ വന്ന കാര്യം കാണിച്ചു തരാം. അതിനു മുമ്പ് അരുണിമയുടെ ഈ ഒരു വീഡിയോ വരുന്നതിന് മുമ്പുള്ള ഒരു മിനിമം ഒരു 2 വീഡിയോയുടെ ഒരു വ്യൂസിൻ്റെ ഒരു റേഷ്യോ നോക്കാം. ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം അതിന് മുമ്പുള്ളതൊക്കെ നോക്കാം. 36K, 10K, 5.2K, 31K, 63K 6 ദിവസത്തിന് മുമ്പ്. അത് ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുമ്പുള്ള വീഡിയോ ആയതുകൊണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോ, അതായത് വളരെയധികം ഡൗൺ ആയിട്ട് നിൽക്കുന്ന യൂട്യൂബ് ചാനലിന് മാത്രമേ റവന്യൂ കിട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് റവന്യൂ കൊളാബിലൂടെ കിട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് അത്യാവശ്യം കൊളാബ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അരുണിമ. ഇനി യൂട്യൂബിൻ്റെ അകത്ത് ഈ ഒരു വിഷയം ചെയ്ത അരുണിമ ഇത് പാതിരാത്രി നടുറോഡിൽ ഞാൻ തനിച്ചായി, ഇതാണ് ക്യാപ്ഷൻ. എപ്പിസോഡ് 2 എലോൺ, പാതിരാത്രി എന്നെ ഇറക്കി വിട്ടു എന്നുള്ളതാണ്. ഇറക്കി വിട്ടതാണോ? ശരിക്കും ഇറങ്ങിപ്പോയതല്ലേ? അവരതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ടല്ലോ. അതിനുശേഷം ഇത് മൺഡേ പോയാൽ മതി, നാളെ അക്കോമഡേഷൻ വേറെ നോക്കണം, മൺഡേ പോയാൽ മതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അരുണിമയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് അവർ നിൽക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് അരുണിമ എഴുതിയിരിക്കുന്ന തമ്പനയിൽ പാതിരാത്രി എന്നെ ഇറക്കി വിട്ടു എന്നുള്ള കാര്യം എങ്ങനെ വരും? എലോൺ, ഞാൻ ഒറ്റയ്ക്കായി. അതിന് മുമ്പുള്ള ആ വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വേറെ ആരെയും മല്ലൂസിൻ്റെ നമ്മുടെ മലയാളികൾ ആരെയും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരാമെന്ന് പറഞ്ഞ് അവർ വന്നില്ല. അതിനുശേഷം ബൈ പറഞ്ഞു പോയ വീട്ടിലേക്ക് തിരിച്ച് വീണ്ടും കയറിപ്പോയി. അതിനുശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അല്ല, അവരെന്താണ് വേറെ മോശമായിട്ട് പറഞ്ഞത്? അത് പറയൂ. അത് പറഞ്ഞിട്ടില്ല. അതിനുശേഷം അരുണിമ സ്റ്റിൽ ഇതേ സെയിം പാറ്റേണിൽ വീഡിയോ ചെയ്ത് വന്നു. അടുത്ത നമ്മുടെ മൊട്ടച്ചേട്ടനുമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തു. അത് അത്യാവശ്യം റീച്ചായി. അതിനുശേഷം വന്ന വീഡിയോസ് റീച്ച് കുറഞ്ഞു. ഇന്നലെ 16 മണിക്കൂർ മുമ്പിട്ട വീഡിയോ പോലും 14K ഉള്ളൂ. കമന്റ് ബോക്സിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മറുപടി കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, എൻ്റെ കമന്റ് ബോക്സിൽ കാണുന്നൊരു കാര്യമാണ് അരുണിമ നെഗറ്റീവ് കമന്റ്സ് മൊത്തം റിമൂവ് ചെയ്യുന്നുള്ള കാര്യം. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്, എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ അവർ ആൻസർ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ട് അവരൊരു മറുപടി തരുമെന്ന് പ്രതീക്ഷിച്ചു. അതില്ല. ഹായ് എല്ലാവർക്കും. ഇപ്പം അരുണിമ ഈ ഹായ് വളരെ സന്തോഷത്തോടെ ചിരിച്ച് എല്ലാവർക്കും എന്നൊക്കെ പറയുന്നില്ലേ? ഇതുപോലെ തൊട്ടപ്പുറത്തെ സീറ്റിലിരുന്ന് വണ്ടി ഓടിച്ച് അരുണിമയെ കൊണ്ട് അവിടെ മൊത്തം ന്യൂയോർക്ക് സിറ്റി അടക്കം കൊണ്ട് കാണിച്ച ഒരാളുടെ ആ മനുഷ്യൻ്റെ പേരാണ് ജോർജ്. ആളുടെ ഫോട്ടോ ആ വീഡിയോ ഞാൻ കാണിക്കാത്തത് മനപ്പുറം, വേണ്ടെന്ന് എഴുതിയിട്ട്. ഓക്കെ, അയാൾ എല്ലായിടത്തും കൊണ്ട് കറങ്ങി എല്ലാ കാര്യവും കാണിച്ചു കൊടുത്ത് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സേഫായിട്ട് സ്വന്തം വീടിൻ്റെ അകത്തുകൊണ്ട് താമസിപ്പിച്ചു. അരുണിമ എന്നിട്ടോ എവിടെ പോയിട്ട് റൂം എടുത്ത സമയത്ത് എത്ര ഡോളറായെന്ന് പറഞ്ഞു? $50, $500, എത്ര ഒരു ദിവസം? എത്ര? $100, $150? എനിവേ എനിക്കറിയത്തില്ല. ഇപ്പോൾ ജോർജ് ഏട്ടൻ്റെ പകരം മറ്റ് പല ആൾക്കാരും ഒരുപാട് ആൾക്കാരെ കാണുന്നു, മീറ്റ് ചെയ്യുന്നു, അവരുമായിട്ടൊക്കെ പോകുന്നു. ഓക്കെ, അത് അവർ യാത്രയ്ക്കാണല്ലോ പോയത്, നാട് കാണാനൊക്കെയാണ് പോയത്. സോ ഒരുപാട് മല്ലു നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ കാണുന്നു, അവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ എന്താണ് അവർക്ക് എന്താ പറയുക, ഓരോ സ്ഥലങ്ങൾക്കും ഓരോ രീതിയുണ്ട്. ഇപ്പൊ ആഫ്രിക്കയിലാണെങ്കിലും പൊതുവെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതായത് റിസ്ക് ഉണ്ട്, മോശമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ നമ്മളോട് ചിരിച്ച് സംസാരിക്കും. ഇന്ത്യൻസിനൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവർക്ക്. നമ്മളുടെ എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് അവിടെ മുടി ഇല്ലാത്തതുകൊണ്ട് മുടി കൂടെ ഒരു ബെസ്റ്റ് രാജ്യം എന്ന് പറയാൻ പറ്റില്ല. നൈറ്റ് ലൈഫിൽ എനിക്ക് തോന്നി തായ്ലൻഡ് അടിപൊളിയാണ്. ആംസ്റ്റർഡാമും എന്താ പറയുക, തായ്ലൻഡും നൈറ്റ് ലൈഫ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ലൈവായിട്ട് ഉണ്ട്. പിന്നെ ഓരോ രാജ്യവും ഓരോ ഇതാ. ഇപ്പൊ ഫിലിപ്പൈൻസ് പോയ സമയത്ത്
ഞാൻ പിന്നെ ലിഫ്റ്റ് അടിച്ചാണ് ഞാൻ നോർത്ത് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നോർത്ത് സൈഡിൽ വെച്ച് ഓക്കെ, നല്ലവരായിട്ടുള്ള അവിടുത്തെ മനുഷ്യർ തീർച്ചയായിട്ടും അരുണിമയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും ഇതെല്ലാം കൊടുക്കുന്നു. തീർച്ചയായിട്ടും നാളെ അവർക്കെതിരെ ഒരു വീഡിയോ വരാതിരിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ഞാനും ഞാനും ആഗ്രഹിക്കുന്നു. ഓക്കെ, അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന്. ഇനി അടുത്ത് സായി, സീക്രട്ട് ഏജൻറ്റ് സായി ഒരു വീഡിയോ, അതിനകത്ത് ഇതിനകത്ത് ഈ പുള്ളിക്കാരത്തിയെ ഒരിക്കൽ ഒരിടത്ത് വെച്ച് കണ്ടൊരു കാര്യം പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു നിങ്ങളുടെ മുമ്പിലേക്ക്, എൻ്റെ മുമ്പിൽ കണ്ടൊരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ കുറച്ചും കൂടി ഒന്ന് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തൊന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ വണ്ടി ചോദിച്ചു. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആദ്യം ചെയ്യുമായിരുന്നു. റൂം എടുത്തിട്ട് നിങ്ങൾക്ക് വളരെ മാന്യമായിട്ട് ഒന്നും പറയാതെ സംഗതി പറഞ്ഞു തീർക്കായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. ഇനി അരുണിമ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ മലപ്പുറത്തുനിന്ന് ഏട്ടൻ കാലിക്കറ്റിൽ നിന്ന് ട്രാവൽ ചെയ്ത് വരികയാണ്. അപ്പം ഞാൻ ഈ അരുണിമയെ കണ്ടത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു പൂക്കോട്ടൂരൊക്കെ എത്തുമ്പോഴാണ് ഞങ്ങൾ മലപ്പുറത്തുള്ളവർക്ക് അറിയുന്നുണ്ടാവും. പൂക്കോട്ടൂരൊക്കെ എത്തുമ്പോഴാണ് ഈ അരുണിമയെ കണ്ടത്. അരുണിമയുടെ കൂടെ അന്ന് വേറൊരു ലേഡി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരുണിമയെ എന്ത് ചെയ്തു, അങ്ങനെ വണ്ടി തിരിച്ചിട്ട്, അന്ന് ഇത്രത്തോളം എനിക്ക് ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നമ്മളത്ര ഇതല്ലേ, വിസിബിലിറ്റി ഇല്ല നമുക്ക്. ഞാൻ വണ്ടി ചോദിച്ചു, അരുണിമയല്ലേ, എനിക്കറിയാം, വീഡിയോസ് കാണാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം, നമ്മുടെ നാട്ടിൽ കൂടി പോകില്ല മലപ്പുറത്തല്ലേ, എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ സൈഡിലേക്കാണ് പോകേണ്ടത്, ചേട്ടാ ഞങ്ങൾക്ക് ആ ഒരു സൈഡ് പാലക്കാട് പെരിന്തൽമണ്ണ സൈഡിൽ ബസ് കിട്ടുന്ന സ്ഥലത്തൊന്ന് ആക്കി തരാം. ആ ഒരു പോകുന്ന റൂട്ടിൽ തന്നെ ബസ് കിട്ടും, ഈ കുറച്ചും കൂടി ഒന്ന് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തൊന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ വണ്ടി കയറ്റി. അവർ മദ്യപിക്കാതിരിക്കുക അവരുടെ താല്പര്യം, അവരുടെ ഇഷ്ടമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് ലിറ്ററലി ആ ദിവസം അവർ കാറ് ഫുള്ള് ഒട്ടിക്കത്തെ ഓണായിരുന്നു മക്കളെ. ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു, ഞാൻ അടുത്ത് ഒരു മക്കരപ്പറമ്പല്ല, കൂട്ടലങ്ങാടിയിൽ നിന്നും മക്കരപ്പറമ്പിൻ്റെ ഇടയിൽ ഒരു പെട്രോൾ പമ്പൊക്കെ എത്തുന്നതിന് മുമ്പ് കുറച്ച് അവർക്ക് ബസ് കൈകാട്ടിയാൽ നിർത്താൻ പറ്റുന്ന സ്ഥലമുണ്ട്. അവിടെ ഞാൻ അവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവരവിടെ ഇറക്കി. ഞാൻ തിരിച്ച് വൈഫ് ഹൗസിലേക്ക് പോകുന്നു. ജിത്തുവായിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജിത്തുവായി അങ്ങനെ അരുണിമേനെയും അവരുടെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഇവരെന്ത് ധൈര്യത്തിലാണ് ഈ പോണതെന്ന് എനിക്കൊരു പിടുത്തമില്ല. രണ്ടാളാണോ എന്തായാലും എനിക്ക് നല്ല സ്മെല്ലടിച്ചു. മേ ബി രണ്ടാളായിരിക്കും അല്ലെങ്കിൽ ഒരാളായിരിക്കും. അടിച്ച് പിപ്പിരിയാണ്. ഓക്കെ, എന്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും ഞങ്ങളന്ന് പേഴ്സണലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഓരോ വീഡിയോസ് ഇങ്ങനെ ഓരോ കോൺട്രവേഴ്സി. ഇപ്പോൾ ഇതിനകത്ത് സായി പറഞ്ഞതിനകത്ത് ഇപ്പം മദ്യപിക്കുന്നതൊക്കെ പേഴ്സണൽ ചോയ്സ് ആട്ടോ. ഞാൻ സീരിയസ്ലി പറയാം, ഇപ്പം ആരുടെയും ഒരു പെണ്ണായതുകൊണ്ട് മദ്യപിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ആണുങ്ങൾ മദ്യപിക്കുന്നത്, പെണ്ണുങ്ങൾക്ക് മദ്യപിക്കുന്ന താല്പര്യം, കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. നമ്മളൊക്കെ ഒരു കാലത്ത് ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് ആ സാധനം ലൈഫിൽ നിന്ന് ഒഴിവാക്കി അതിനുശേഷം സമാധാനവും അതുപോലെ തന്നെ ഒരു കാംനെസ്സും ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്നത് ആ സാധനം മറ്റേ ആ ഒരു ഈവിൾ ഒരു സാധനം തലച്ചോറിൻ്റെ അകത്ത് നിന്ന് മനസ്സിൻ്റെ അകത്ത് നിന്നൊക്കെ പോയതിനു ശേഷം ഒരിക്കലെങ്കിലും മദ്യപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ സാധനം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാണല്ലോ നിങ്ങളുടെ ലൈഫ് തന്നെ മാറും. സീരിയസ്ലി, ഇതൊരു വെറും ഒരു ഭയങ്കര വലിയൊരു കുഴിയാണ്. ഒരു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊക്കെ ചെയ്യിപ്പിക്കുന്ന വൃത്തികെട്ട ഒരു സാധനമാണ് ഈ പറയുന്ന മദ്യപാനം. സോ സ്റ്റേ അവേ, അത്ര എനിക്ക് പറയാനുള്ളൂ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത്രത്തോളം ആൽക്കഹോളിക്കൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ലൈഫ് മുഞ്ചിന്ന് ഊട്ടിയാൽ മതി. സോറി, ഓക്കെ, അൺപാർലമെൻ്ററി ആയിട്ട് പറഞ്ഞല്ല, അത് ആ ഒരു വാക്കിനെ പറയാൻ പറ്റുള്ളൂ. അത്രയും മോശമാണ് പരിപാടി. ചിലരുണ്ട് വല്ലപ്പോഴൊക്കെ ചെറിയ ഇതൊക്കെ ഒക്കേഷനലി ചിലപ്പോൾ ഫ്രണ്ട്സിനൊപ്പം ഒക്കെ ചെറുതായിട്ടൊക്കെ മാത്രം, അല്ലാതെ ഇത് തന്നെ ഹാബിറ്റാക്കി കൊണ്ടു നടന്നാൽ ലൈഫും പോവും, ഒരു സംശയം വേണ്ട. അപ്പോൾ അരുണിമ ആ മദ്യപിക്കുന്നതിനെ കുറിച്ചല്ല, ഇപ്പം ഒരു സഹായം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് തൻ്റെ നാട്ടിലേക്ക് വന്ന ഒരാളെ സായി കൂട്ടിക്കൊണ്ട് കണ്ട് വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവരെ ഇറക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും വാഹനത്തിൽ അത് സായി മുമ്പേ പറഞ്ഞോട്, സായി ബിബിയിലിരുന്നപ്പോഴും പറഞ്ഞോട്, സായി മദ്യപിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളൊന്നുമില്ല, ഫുഡിൻ്റെ ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ അത് ഇഷ്ടമല്ലാഞ്ഞിട്ട് പുള്ളി അത് പറഞ്ഞു, അത് നമ്മളോട് പറയുന്നു. അപ്പോൾ ഒരു കാര്യമുണ്ട്, യാത്രയുടെ വേളകളിൽ ഈ ഒരു സാധനം ഈ ഡ്രിങ്കിങ് ഇങ്ങനൊരു ഹാബിറ്റാക്കി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ യാത്രയ്ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവാം. നമ്മുടെ സ്വബോധം നഷ്ടപ്പെടും. മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നമ്മളല്ലാത്ത രീതിയിലേക്ക് മാറും. ഞാനിത് പറയാൻ കാര്യം, റീസെൻ്റ്ലി ഇപ്പോൾ ഈ കണ്ട ഒരു സാധന സിനാരിയോയിൽ ഞാൻ ആ വീഡിയോക്കകത്ത് വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് അരുണിമ അന്ന് ആ വീഡിയോയിൽ അവിടെ വന്ന് സംസാരിക്കുന്ന ഒരു കാര്യം, അത് സത്യം പറഞ്ഞൊരു ഇമ്മച്യൂരിറ്റിയുടെ പീക്കായിരുന്നു എന്ന് ഞാൻ പറയുന്നു. സ്റ്റിൽ ഈ ഒരു ഭാഗം സായി പറഞ്ഞ സാധനം ഇതിനകത്ത് പ്ലേ ചെയ്യേണ്ടി വന്നത് മേ ബി ആവാം, ആവാതിരിക്കാം, ഐ ഡോണ്ട് നോ, മേ ബി ഓർ മേ നോട്ട് ബി, ഐ ഡോണ്ട് നോ. ബട്ട് അതിനൊരു സാധ്യതയുണ്ട്. കാരണം അങ്ങനൊരു സാഹചര്യത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ടാണ്. അത് മാത്രമല്ല, അരുണിമ ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും ഈ നിമിഷം വരെ ഒരു കാര്യം പോലും പ്രതികരിച്ചിട്ടില്ല. അത് മാത്രമല്ല, അവരുടെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കമൻസ് ഒക്കെ അവർ റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സ്റ്റിൽ ആ കുട്ടിയെ രാത്രി ഇറക്കി വിട്ടു എന്നും അവരുടെ അരഗൻ്റ് നേച്ചറാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നവരോട് നിങ്ങൾ
നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും അമേരിക്കയിലോ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലോ യൂറോപ്യൻ കൺട്രീസിലോ ഒക്കെ ഉള്ള ആൾക്കാരോട് ഒന്ന് ചോദിച്ചു നോക്കുക, അവിടുത്തെ ആൾക്കാരോട് ഒരു കൾച്ചർ ആ ഒരു ഡിഫറൻസ് അവർ പറഞ്ഞുതരും. എന്താ ഇങ്ങനെ ഒരു ഷൗട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നും, ബട്ട് അവിടുത്തെ ഒരാൾക്കും അങ്ങനെ തോന്നത്തില്ല. അവരങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്, നമ്മുടെ പോലത്തെ ഒരു രീതിയിലല്ല അവരവിടെ നിൽക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പം ഈ അരുണിമയുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു കാര്യം സംസാരിക്കാൻ അല്ലെങ്കിൽ ഇനിയും പറയാനുണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അരുണിമ വേറെ കുറേ അധികം സ്റ്റേറ്റ്മെൻറ്റ്സ് പല ഇൻ്റർവ്യൂസിൻ്റെ അകത്ത് കൊടുത്ത സാധനമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ച് വേണ്ട. ഓക്കെ, എനിക്കൊറ്റ കാര്യം കുട്ടിയോട് ഇപ്പോഴും പറയാനുള്ളൂ. കുട്ടി, നമ്മൾ എത്ര തന്നെ ഉയരത്തിൽ പറന്ന് പൊങ്ങിയിരുന്നാലും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും താഴെ വരണം. അമ്മ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമ്മൾ എത്ര തന്നെ വലിയവനായിരുന്നാലേ, എത്ര വലിയ വിജയങ്ങൾ മേളിൽ പോയി നേടിയാലും സമ്മാനം വാങ്ങാൻ താഴെ വരണം എന്ന് പറയുന്നത് പോലെ എല്ലാം ലൈഫിൽ അച്ചീവ്മെൻറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഒരു അറിയപ്പെടുന്നൊരു വ്ളോഗറാവുക. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കാര്യമാണ്, ഈ കുട്ടി ഇവരുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് താഴെ ഒരാൾ 5 മാസത്തിന് മുമ്പുള്ളൊരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നതാണ്, ഈ കുട്ടി ഫ്യൂച്ചറിൽ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ ഈ കേരളത്തിൽ അറിയപ്പെടുന്നൊരു വ്ളോഗറായിട്ട് മാറുമെന്നുള്ളതാണ്. ആവട്ടെ, നന്നായിട്ടാവട്ടെ, നല്ലതായിട്ട് വരട്ടെ, അത്രയേ ഉള്ളൂ, എനിക്കതേ പറയാനുള്ളൂ. അതുകൊണ്ട് അരുണിമ സീരിയസ്ലി നിങ്ങളോട് പറയുന്ന ആൾക്കാരോടൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് അരഗൻ്റായിട്ടൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ മറ്റെന്തെങ്കിലും ഇതിൻ്റെ പുറത്താണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക. പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു തരത്തിലേക്കുള്ള എന്തെങ്കിലും, നമ്മളിപ്പം ഡ്രിങ്ക്സ് ഒക്കെ എടുത്തിട്ടുള്ള, ഞാനൊക്കെ ഡ്രിങ്ക്സ് എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഡ്രിങ്ക്സ് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങ് ചെയ്തു പോകും. നമുക്ക് ഒരാളോട് ഇപ്പോൾ ദേഷ്യം ഉണ്ടെന്ന് വിചാരിക്കും, അപ്പം തന്നെ വിളിച്ചിട്ട് തെറി പറയാൻ തോന്നും. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ വലുതാക്കി മാറ്റും. ഓക്കെ, പക്ഷേ ഈ ഒരു സാധനം മാറിയ ശേഷമാണ് അതൊക്കെ മനസ്സിലാവുന്നത്, ഓ അന്ന് അങ്ങനെ കാണിച്ചതൊക്കെ ഈ ഒരു ഇതിൻ്റെ പുറത്തായിരുന്നു എന്ന്. സോ അതുകൊണ്ട് ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ആരാണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഇത് കഴിച്ച് മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇതൊരു ഹാബിറ്റാക്കി കൊണ്ട് നടന്ന് അതില്ലാതെ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുകയോ ഒരു ഡിറ്റർമെൻ്റ് ആയിട്ടൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുകയോ ചെയ്തിട്ട്, ഞാൻ ഒരു ഡോക്ടറെ കണ്ടിട്ടുമല്ല, ഒരു സംഭവം ചെയ്തിട്ടൊന്നുമല്ല, ഒരു തീരുമാനം എടുത്തു, അതിനുശേഷം അതിൻ്റെ വിഡ്രോവൽ സിംറ്റം ഒക്കെ അത്രത്തോളം അനുഭവിച്ച് ആ ക്രൂഷ്യലായിട്ടുള്ള പെയിനൊക്കെ ഞാൻ അനുഭവിച്ചിട്ട്. കാരണം ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതിലൂടെയല്ലേ കടന്നു പോകുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഇതിന് ശേഷം ഒരു ആഫ്റ്റർ എഫക്ട്സ് ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയത്തില്ലല്ലോ. എനിക്ക് അറിയണം, ഞാൻ എൻ്റെ ബോഡി ഇത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടല്ലോ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ പെയിൻ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇനി ഞാൻ ജന്മത്തിൽ ഈ സാധനം തുടത്തില്ല. എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. നിങ്ങളാണെങ്കിലും നിർത്താനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, 1 മാസം വീട്ടിലിരിക്കുക. മിനിമം ആ ബോഡിയിൽ നിന്ന് ഈ സാധനത്തിൻ്റെ ലിക്കറിൻ്റെ ആ ഒരു സംഭവമൊക്കെ ബോഡിയിൽ നിന്ന് പോയ ഒരു മിനിമം, എല്ലാവരും പറയും 1 ആഴ്ച 2 ആഴ്ച 1 മാസം എന്നല്ല, ഒരു 2 വർഷം എടുക്കും നിങ്ങൾക്ക് സ്വബോധം തിരിച്ചു കിട്ടാൻ. ഉറപ്പിച്ച് ഞാൻ പറയാം, 2 വർഷം മിനിമം എടുക്കും. അത്രയും വരെ നിങ്ങൾ തന്നെ ചിന്തിക്കും നിങ്ങളെ ലൈഫ് എങ്ങോട്ട് പോകുന്നു, പിന്നെ നിങ്ങളുടെ ലൈഫ് മാറും, ഉറപ്പിച്ച് പറയാം. സോ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ആൻഡ് ഡ്രഗ്സ് പോകരുത് എൻ്റെ പുറകെ. അതിനെക്കാട്ടി വലിയ ലഹരിയാണ് അരുണിമ ഇപ്പോൾ കൊണ്ട് നടക്കുന്ന ഈ ഒരു ട്രാവലിംഗ്. അതൊരു വലിയൊരു ലഹരിയാണ്. മഴ പെയ്യുന്നു, മഴ നനയാം, അതൊരു ലഹരിയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള പൂക്കളെയും ചെടികളെയും തൊട്ടയൽവക്കത്തുള്ള നമ്മുടെ മണ്ണിലേക്കൊക്കെ ഇറങ്ങാം, പ്രകൃതി ആസ്വദിക്കാം, അതൊക്കെ ലഹരിയാണ്. അതൊക്കെ ലഹരിയാക്കി മാറ്റാം. ഫുഡ് കഴിക്കാം, അത് ലഹരിയാക്കാം മാന്യമായിട്ട്. സോ വായന, അങ്ങനെ പലതുമുണ്ട്. സോ ഇതാണ് അരുണിമയോട് എനിക്ക് പറയാനുള്ള ഒരു കുഞ്ഞനുജത്തിയുടെ, എൻ്റെ അനുജത്തിയുടെ പ്രായം ഇല്ല അരുണിമയ്ക്ക്, അത്രയും പ്രായം പോലും ഇല്ല. അതുകൊണ്ട് ആ കുഞ്ഞനുജത്തിയുടെ അടുത്ത് പറയാനുള്ളത്, അഹങ്കാരവും ഞാൻ വലിയ സംഭവമാണെന്നുള്ള കാര്യം, ഞാൻ 10-41 രാജ്യം കടന്നു പോയ ഒരാളാണെന്നൊക്കെ പറയുന്ന ആ ഒരു വീമ്പ് വർത്തമാനം ഒഴിവാക്കുക. നിങ്ങളെ വളർത്തുന്നതും നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതും മറ്റു പലരുമാണ്. അവരെ ബഹുമാനിക്കുക. എന്താണ്, പാല് തന്ന കൈക്ക് കൊത്താതിരിക്കുക. ഓക്കെ, ഇതൊക്കെ ലൈഫിലൊരു ലെസണായിട്ട് മാറുന്നൊരു സമയം വരും, അന്ന് റിഗ്രറ്റ് ഉണ്ടാവും. സോ അതുകൊണ്ട് നന്നായിട്ട് പോവുക. സോ എൻ്റെ കമൻറ്റ് ബോക്സിൽ ലാസ്റ്റ് ഇട്ടിട്ട് പോയ കമൻറ്റ് ഓർമ്മയുണ്ടല്ലോ, വച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണല്ലേ എന്ന്. സ്റ്റിൽ ഞാനത് മാത്രം തൽക്കാലം ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. ഗൈസ്, നിങ്ങൾക്ക് എല്ലാ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കാം. സോ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.